ഹായ് ഫ്രണ്ട്സ്, മാസ്മാനാണേ. ഇന്ന് നമ്മൾ ബാംഗ്ലൂരാണുള്ളത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂരുണ്ടോ? നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് നോക്കുന്നുണ്ടോ? എങ്കിൽ പോകുന്നുള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് ബാംഗ്ലൂരിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈയിങ് ആയിക്കോട്ടെ നടക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിൻ്റെ ഷോറൂമിലാണ് ബീപ് കാർട്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂത്തന്മാരുടെ ഇടയിൽ ഓളം സൃഷ്ടിച്ച ഡൂക്ക് 390 ആണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഈ വണ്ടി കിടക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, ഇത് കിലോമീറ്റർ ഓടിയത് ഏകദേശം ഒരു 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന് ചോദിക്കുന്ന പ്രൈസ് വരുന്നത് 2,39,000 രൂപ മാത്രമാണ്. ഓക്കെ, പിന്നെ ഇവർ വാറണ്ടി വേണമെങ്കിൽ ഇത് ഇഷ്യൂ ചെയ്യും. വാറണ്ടി എങ്ങനെ വെച്ചാൽ വാറണ്ടിക്ക് ഒരു 2,000 റുപ്പീസ് എമൗണ്ട് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുവരെ ചോദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, 2020 മോഡലാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബജാജിൻ്റെ NS ബൈക്കാണ് കേട്ടോ. NS പല വേരിയൻറ്റ് വന്നിട്ടുണ്ട്. ഇത് വരുന്നത് NS 160 ആണ്, ഡുവൽ ചാനൽ ABS വരുന്നത്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏകദേശം 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ 2021 മോഡലാണ്. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,05,000 രൂപയാണ്. പിന്നെ ഈ വൈറ്റ് കിടക്കുന്നതും ഇതുപോലെ തന്നെ NS 200 ആണ്. ഇതും ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2022 മോഡലാണ്. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,75,000 രൂപ. പിന്നെ ഒരു റെഡ് NS അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,02,000 രൂപ മാത്രമേ ഉള്ളൂ. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്, 2020 മോഡൽ. ഓക്കെ, ഒക്കെ കർണാടക രജിസ്ട്രേഷൻ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഒരു NS 125 വരുന്നുണ്ട് കേട്ടോ. ഇതൊരു റയർ പീസാണ് NS 125 വരുന്നത്. ഇത് 43,000 കിലോമീറ്റർ കറൻ്റ് ഓടിയിട്ടുണ്ട്. ഏകദേശം സിംഗിൾ ഓണറാണ്, 2023 മോഡലാണ്. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് വരെ 88,000 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ നിരവധി വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു അവഞ്ചേഴ്സ് കിടക്കുന്നുണ്ട്. ഈ അവഞ്ചേഴ്സൊക്കെ ലോ കിലോമീറ്റർ ലോ പ്രൈസാണ്, 67,000 രൂപ മാത്രമേ ഉള്ളൂ. ഇത് വരുന്നത് 2017 മോഡലാണ്, സിംഗിൾ ഓണർ. അപ്പോൾ ലോ ബഡ്ജറ്റിൽ നോക്കുന്ന ഒരാൾക്ക് ഒരു ഓഫീസ് പർപ്പസിനൊക്കെ പോകാൻ പറ്റിയ വണ്ടിയാണ് ഈ അവഞ്ചേഴ്സ് കിടക്കുന്നത്. പിന്നെ വേറൊരു അവഞ്ചേഴ്സ് കിടക്കുന്നുണ്ട്. ഇത് 1,04,000 രൂപ മാത്രമേ ഉള്ളൂ. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 2022 മോഡൽ. ഓക്കെ, ഈ വൈറ്റ് അവഞ്ചേഴ്സ് കിടക്കുന്നത് ഇത് 94,000 രൂപ മാത്രമേ ഉള്ളൂ. ഏകദേശം 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ നമുക്കിത് അടുത്ത ഒരു NS 200 കിടക്കുന്നുണ്ട്. ഇത് വരും 1,36,000 രൂപ മാത്രമുള്ളത്. സിംഗിൾ ഓണർ വണ്ടിയാണ്, 2022 മോഡൽ. അപ്പോൾ അടുത്ത വണ്ടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് TVSൻ്റെ 160 ഉള്ള അപ്പാച്ചി RTR ആണ്. വണ്ടി ഡീറ്റെയിൽസ് നോക്കിക്കോളൂ. വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് ഏകദേശം 28,000 കിലോമീറ്റർ മാത്രമേ എണ്ണിയിട്ടുള്ളൂ. 2019 മോഡലാണ്. ഓക്കെ, ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് വരുന്നത് 85,000 രൂപയാണ്. ഇതേപോലെ ഒരു 160 അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട്. അത് വരുന്നതും 160 RTR ആണ്. അതിൻ്റെ സെയിം റേറ്റാണ് വരുന്നത് 85,000 രൂപ. ഓക്കെ, അതും 2019 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാട്ടോ രണ്ടും. പിന്നെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ അതിൽ നമ്മളെ സ്കാനറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, അതിൻ്റെ ഓണർ ഡീറ്റെയിൽസും കിലോമീറ്ററോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒക്കെ ഷോറൂമിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു RTR 200 ആണ് വരുന്നത് കേട്ടോ. RTR 200 ആണ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് മോഡലാണ് വരുന്നത്. അത് വരുന്നത് 2021 മോഡലാണ്. ഏകദേശം 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിന് ചോദിക്കുന്ന പ്രൈസ് 1,69,000 രൂപയാണ്. ഹായ് ഫ്രണ്ട്സ്, അടുത്തത് കായ് ഉണ്ടായിട്ടും കിട്ടാനില്ലാത്തൊരു മോഡലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളെ റോയൽ എൻഫീൽഡ്, അതായത് ആനേനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ബജാജ് ഇറക്കിയ ഡൊമിനാർ 400 ആണ്. അടുത്തത് 2 ഡൊമിനാർ 400 ഞാൻ പരിചയപ്പെടുന്നത്. വെറും ലോ കിലോമീറ്റർ ആണ്, അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ഓക്കെ, ഇത് വരുന്നത് 2018 മോഡലാണ്. ഏകദേശം 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കുമ്പോൾ 1,48,500 രൂപ മാത്രം. ഓക്കെ, വണ്ടി ബ്ലാക്ക് കളറാണ് ഡൊമിനാർ. ഇത് വരുന്നത് ഏകദേശം ഒരു ബ്രൗൺ കളറാണ്, ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇത് വരുന്നത് 2016 മോഡലാണ് കേട്ടോ ഗായ്സ്. ഏകദേശം 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 കർണാടക രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇത് വരുന്നത് 1,24,000 രൂപ മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ടാൽ ഇവിടെ വന്നിട്ട് ഇവരോട് വന്നിട്ടോ അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടോ വണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടോ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പ് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക. ഓക്കെ, എല്ലാ വണ്ടികളും നമ്മൾ ഒന്ന് സ്വന്തം റിസ്കിലൊന്ന് പരിശോധിച്ചിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, എൻ്റെ പേഴ്സണലി ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഡൊമിനാർ. അതുപോലെ തന്നെ ഇതിൻ്റെ 200 ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ വണ്ടി വേറെ യാർഡിലാണ്. ഇവർക്ക് 2-3 യാർഡുണ്ട്. ഒന്ന് ഇലക്ട്രോണിക് സിറ്റിയിലുണ്ട്, പിന്നെ മാറത്തള്ളിയിലുണ്ട്, പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട്. സോ വണ്ടികൾ അവിടെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും.
അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യമഹയുടെ R15 ആണ് കേട്ടോ. ഇത് വേർഷൻ 4 ആണ്. ഇതിൻ്റെ റേറ്റ് വെറും 1,68,000 രൂപ മാത്രമാണുള്ളത്. ഇത് 2022 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, ആകെ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അപ്പുറത്ത് കിടക്കുന്നതും തൊട്ടപ്പുറത്ത് കിടക്കുന്നതും ഇതുപോലെ തന്നെ R15 ആണ്. ഇത് വേർഷൻ 3 ആണ്. ഇത് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 2021 മോഡൽ. വെറും 31,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 1,55,000 രൂപ. പിന്നെ വരുന്നത് ഒരു R15 ആണ്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഇതിൽ ഇട്ടിട്ടില്ല. ഏകദേശം 1 ലാഖിൻ്റെ ഉള്ളിൽ അതും വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് യമഹയുടെ ഒരു FC വേർഷൻ 3 വണ്ടിയാണ് വരുന്നത്. ഇത് വരുന്നത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ 2019 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ വരെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന റേറ്റ് 80,500 രൂപ മാത്രം. പിന്നെ ഇത് വരുന്നത് FC, അതായത് യമഹയുടെ FC വേർഷൻ 3 ആണ്. ഇത് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 2022 മോഡൽ. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസും വെറും 1,11,000 രൂപയാണ്. പിന്നെ അടുത്ത് വരുന്നത് യൂത്തന്മാരുടെ പ്രകമ്പനം കൊള്ളിച്ച പുതിയൊരു വണ്ടി, അതന്നെ യമഹയുടെ MT സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2020 മോഡലാണ് വണ്ടി വരുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,50,000 രൂപ കേട്ടോ. എല്ലാവരും വന്നിട്ട് വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫുള്ള് നിങ്ങൾ പുറത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഓക്കെ, നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടീസാണ്. നിങ്ങൾ വേണമെങ്കിൽ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യണമാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇത് കൊടുക്കുന്ന MT വണ്ടി തന്നെയാണ് യമഹയുടെ. ഇത് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 2021 മോഡലാണ് കേട്ടോ. വണ്ടി ഗുഡ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടിട്ട് വലിയ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിയുടെ നമ്പർ, അതായത് രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ കർണാടക രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1,42,000 രൂപയാണ്, 2021 മോഡൽ. അടുത്ത് വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ 100 350 ആണ്. ഇത് വരുന്നത് സിംഗിൾ ഓണറാണ്, 2022 മോഡൽ, കർണാടക രജിസ്ട്രേഷൻ തന്നെയാണ്. ഇതിൻ്റെ കിലോമീറ്റർ വരുന്നത് വെറും 19,000 ചില്ലാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റെ റേറ്റ് 1,71,000 രൂപ കേട്ടോ. 350 ആണ്. വണ്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമ്മളെ പണ്ടത്തെ, അതായത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 കേട്ടോ, 350 വരുന്നത് ക്ലാസിക്. ഇത് ഏകദേശം 25,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2015 മോഡലാണ് വണ്ടി, സെക്കൻഡ് ഓണറാണ് വണ്ടി, കർണാടക രജിസ്ട്രേഷൻ. 1,30,000 മാത്രം കേട്ടോ. ഇതൊക്കെ നല്ല പ്രൈസാണ്. കാരണം എന്താ വെച്ചാൽ 5-10 കൂടി കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന വണ്ടികളാണ് ഇവിടെ അധികം ഉള്ളത് കേട്ടോ. നമ്മൾ വേറെ ഓരോ ഡീലറത്തോ അല്ലെങ്കിൽ ആൾക്കാരെ കയ്യിൽ നിന്ന് പേഴ്സണലായിട്ട് പോയി വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടാവാൻ നിൽക്കണ്ട. ഏറ്റവും നല്ല ഓപ്ഷൻ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് വന്നിട്ട് തന്നെ വണ്ടി എടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മളെ യൂത്തന്മാരുടെ ഇടയിലെ അടുത്ത ഒരു രാജാവാണ് നമ്മളെ ഹിമാലയൻ റോയൽ എൻഫീൽഡിൻ്റെ കേട്ടോ. പ്രൈസ് ടാഗ് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. ഓക്കെ, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഒരു 350 ഉണ്ട് ക്ലാസിക്. ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ പ്രൈസ് ടാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ നല്ല വണ്ടിയാണ്, കണ്ടിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. റേറ്റ് ഏകദേശം ഇഷ്ടപ്പെടുന്നവർ വേണമെങ്കിൽ വന്നിട്ട് ഒന്ന് വാങ്ങിക്കോളുണ്ട്. ഓക്കെ, ഇത് നമ്മൾ പിന്നെ ഓൾറെഡി പരിചയപ്പെട്ടു ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ടയുടെ ഹൈനസ് ആണ്, 350 കേട്ടോ. നമ്മൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 ഒരു ചലഞ്ചായിട്ട് ഇറക്കിയ ഹോണ്ടയുടെ വണ്ടിയാണ്. ഇത് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്, കർണാടക രജിസ്ട്രേഷൻ ആണ്, 2022 മോഡൽ കേട്ടോ. ഇത് ഓടിയിരിക്കുന്നത് ഏകദേശം 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏകദേശം റേറ്റ് വരുന്നത് 1,90,000 രൂപ കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ഹൈനസും പാട് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ടാഗ് ഇവർ കൊടുത്തിട്ടില്ല, എന്നാലും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നിങ്ങൾ വന്നിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് വാങ്ങിക്കൊണ്ട് ഏകദേശം ആ റേറ്റ് തന്നെ, അതിൻ്റെ ആ റേറ്റ് തന്നെ വരുന്നുണ്ടായിരിക്കുള്ളൂ. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലേഡീസിനും ജെൻസിനും അതുപോലെ ഈ ബാംഗ്ലൂർ സിറ്റിയിലെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ എടുക്കുന്ന ഗിയർലെസ് വണ്ടി എൻഡോർക്ക് വണ്ടിയാണ്. ഇത് TVSൻ്റെ എൻഡോർക്ക് വണ്ടിയാണ്. നമുക്കറിയാമല്ലോ, അടിപൊളി വണ്ടിയാണ്, നല്ല പവറും നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. ഇത് വന്നിരിക്കുന്നത് 2022 മോഡലാണ് കേട്ടോ. പിന്നെ ഇവിടെ രജിസ്റ്റർ നമ്പർ, എല്ലാ വണ്ടിയിലും രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എടുക്കാം. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് വെറും 9,722 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 89,000 സംതിങ് രൂപയാണ് കേട്ടോ. TVSൻ്റെ എൻഡോർക്ക്. ഇപ്പുറത്ത് വരുന്നത് TVSൻ്റെ അപ്രിലാണ് വരുന്നത് കേട്ടോ. ഇത് 160 ആണ് അപ്രില. ഇതിൻ്റെ പ്രൈസ് ടാഗ് കൊടുത്തിട്ടില്ല, ഏകദേശം ആ റേറ്റ് തന്നെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇത് അടുത്ത TVSൻ്റെ എൻഡോർക്ക് വരുന്നതാണ്. ഇത് 2022 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. വെറും 6,187 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഗായ്സ് ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 89,500 രൂപ മാത്രമാണ്. പിന്നെ ഈ വണ്ടികൾക്കൊക്കെ മറ്റേ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാറണ്ടി എടുക്കുക. അതിന് 2,000 രൂപ, 1,500 രൂപ അങ്ങനെ ചാർജസ് ഉണ്ട് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ടെക്നീഷ്യനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരാം. ഇത് ഇപ്പുറത്ത് കിടക്കുന്നത് ഒരു ബ്ലാക്ക് എൻഡോർക്ക് വണ്ടിൻ്റെയാണ്. ഇതിൻ്റെ പ്രൈസ് ടാഗ് ഇല്ല, എന്നാലും വണ്ടി അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്തത് ലേഡീസിനൊക്കെ ഓഫീസിൽ കൊണ്ടുപോകാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്, ആക്റ്റീവയുടെ വണ്ടിയാണ്, ഹോണ്ടയുടെ ആക്റ്റീവ വണ്ടിയാണ്. ഇത് 60 ആണ്, ഡിലക്സ് ഡിലക്സ് മോഡലാണ്. ഇത് വരുന്നത് 2022 മോഡലാണ്. ഏകദേശം 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 80,500 രൂപ.
സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. ഇത് അടുത്ത് കിടക്കുന്നതും ഒരു അപ്രില വണ്ടിയാണ്. അപ്രില സ്റ്റോം 125 ആണ്, 125cc ആണ്. നല്ല പെർഫോമൻസും നല്ല പവറുള്ള വണ്ടിയാണ്. ബോയ്സിനും ഗേൾസിനും അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏകദേശം 12,100 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2020 മോഡലാണ്. ഇത് വരുന്നതും ഏകദേശം 72,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇതും അടുത്തൊരു TVSൻ്റെ എൻഡോർക്കാണ്, 125 ആണ്. സൂപ്പർ സ്കോഡ് എഡിഷൻ വരുന്നതാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 2022 മോഡലാണ് കേട്ടോ. ഇത് റേറ്റ് വരുന്നത് ഏകദേശം കിലോമീറ്റർ ഓടിയത് 14,070 കിലോമീറ്ററും റേറ്റ് വരുന്നത് ഏകദേശം 86,500 രൂപ മാത്രമാണ് കേട്ടോ. അടുത്ത് വരുന്നത് TVSൻ്റെ എൻഡോർക്കാണ്. ഇത് 2019 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. ഏകദേശം 22,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 71,000 രൂപയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇപ്പോൾ വേറെ എവിടെയെങ്കിലും എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ട് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ഷോപ്പിലോ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുകൊടുക്കേണ്ട ആവശ്യം വരും. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രശ്നമില്ല. ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലാണെങ്കിലും ശരി, ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങൾക്ക് നിന്നിട്ട് തന്നെ ഇവിടുന്ന് സർവീസ് സെൻ്ററിൽ അവൈലബിൾ ആണ്. ഇവിടെ ഈ സർവീസ് സെൻ്റർ ഉണ്ട്. ഇനി കൊറമംഗല സൈഡ് ആണെങ്കിൽ ഇവിടെ വരാം, പിന്നെ വൈറ്റ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് പോവാം, ഇലക്ട്രോണിക് സിറ്റി ആണെങ്കിൽ ആ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ സർവീസ് സെൻ്ററും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേ വേണ്ട. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഫിനാൻസ് ഫെസിലിറ്റി ആണെങ്കിലും ഇവിടുത്തെ കസ്റ്റമർ ആണെങ്കിലും ഇവിടുത്തെ സർവീസ് ആയിക്കോട്ടെ, നല്ല അടിപൊളി കസ്റ്റമർ സർവീസും ഒക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ റിവ്യൂ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം 4.5 റേറ്റിംഗ് ഉണ്ട് 5-ൽ. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അറിയാത്ത സ്ഥലത്ത് പോയിട്ട്, നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് വെഹിക്കിൾസ് ഒന്നും വാങ്ങരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഞാൻ പോലും ഇങ്ങനെ ഒരു അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരാളെ കണ്ടിട്ട് ഒരു ആക്റ്റീവ് എടുത്തിട്ട് ഞാൻ പെട്ടിട്ടുണ്ട്. ഒരു എഞ്ചിൻ പണിയൊക്കെ വന്നിട്ട് ഞാൻ ആകെ കുടുങ്ങിയിട്ടുണ്ട് ആ വണ്ടിയുണ്ട്. അപ്പോൾ 5-10 കൂടിയാലും നിങ്ങൾക്ക് നല്ല വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ ബീപ്കാർട്ടിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബീപ്കാർട്ടിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ തന്നെ വണ്ടികൾ നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് കൊറമംഗല സൈഡിലുള്ളവർക്ക് ഇവിടെ വരാം, അല്ലെങ്കിൽ മാറത്തള്ളി സൈഡിലുള്ളവർ വൈറ്റ് ഫീൽഡിലുള്ളവർക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇനി നിങ്ങൾ ഇതിന് പുറമെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് വിലയിരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബീപ്കാർട്ട് ഷോറൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാറണ്ടീൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ സെയിൽസ് മാനേജർ ജോൺ ആണ്. അപ്പോൾ നമുക്ക് ജോണിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. In the location? This location is in Koramangala showroom. Koramangala Beepcart showroom. Okay. And we are giving second-hand two-wheeler vehicles. Okay. And we are giving 3 days return policy and 1 year engine and gearbox 1 year warranty. For our engine and gearbox, you have to pay additional 3,000 for engine and gearbox. 1 year warranty will be getting. If any problems comes in the engine and gearbox, within 1 year, free of cost, we will only rectify. And RC transfer, everything will be done from our side. Okay, so if you are transferring RC, no need to charge anything. No need to go to RTO. You no need to pay any extra charges for it. Everything is been included in the vehicle. Okay, fine. And this is the only location, or we have 4 more branches: Whitefield, Electronic City, Yelahanka, and Koramangala. Okay. So you providing 3 days return policy? 3 days return policy for all the vehicles. For every vehicle, we are providing 3 days return policy that you have to ride within 100 kilometers. Okay. If you don't like the vehicle, also you can return the vehicle, or you are not satisfied with the vehicle, also you can swap to another vehicle. Okay, fine. But we have to ride within 100 kilometers. Within 100 kilometers only. Okay. And what are the other offers you provide? Any additional offers? We are providing you 15 days. Once you purchase the vehicle, 15 days comprehensive warranty will be getting. Okay, 50 days compulsory. 15 days. 15 days, only 15 days. In 15 days, vehicle gets any issue or any complaint, electric problems comes, free of cost, we will only rectify. Okay. And John, do we have any finance option? Yeah, finance option we have. Yeah. We have tie-up in IDFC, Bike Bazaar, Wheels EMI, Jana Finance. And we have to make the vehicle price 30% of the vehicle price. You have to make the down payment, and remaining will be converted through EMI. And down payment you are making 30% of the vehicle price. You have to make down payment. Okay. And 13% interest is there. And for still 3 years we have minimum 1 year you have to put. And still 3 years. How much year if you want, we can put down. So John, sometimes the customer didn't have any time to reach here. Yeah. So that people, how you provide the service? We are providing online reservation. If you pay 4,999, you will be getting a home test drive. Okay. Once you reserve the vehicle, the runner will call to the customer.
So is there any reservation portal? We have a Beepcard website. In that, if you reserve the vehicle paying 499, you will be getting home test drive. Once you For all the vehicles? for or every vehicle, we are giving home test drive. Okay. For every scooters and computers and so much money they have paid, 499 they have paid, full refund. Within 2-3 working days, it will be refunded. Refundable, right. And Okay. once you like the vehicle in the home test drive, Ah, the customer will take for 2 kilometer for minimum 2 kilometer you have to take for test drive. Okay. If you like the vehicle, you can buy the vehicle, purchase the vehicle there from your location only. okay. Everything inspection will be done from everything from the living from the everything inspection checking everything will be done from the showroom only. Okay. Once the runner comes to the customer place, no, if they like the vehicle, immediately you can purchase the vehicle. Okay, fine. That's great. That's great. And one more thing I hear about you people are buying the vehicle from customer Yeah. as well. Right? So Yeah. how you provide that Yeah. and how you doing that? We are buying the vehicle from customers. After purchasing from the customer, we have a service. Service, We will okay. refurb the vehicle. So before purchasing, you did any extra means checkings and all? Yeah, Oh, sorry. checking everything will be done from our side. Okay. Once we buy from the customer, no, we will refurb the vehicle. If any part, any electric, any issues come, full we will be refurb. Huh. And any painting, some little paint or any dent part, any replacements, will replace the new part only. You part, okay. So you can provide the best amount to that seller also, right? Yeah, we'll provide the best amount. The for inspections are done from here in the garage or from that customer. customer From side? home Home near also. the home also. Home also. So you people are going to there, right? Yeah, the procurement inspect. team are separate. Ah. They will come and inspect the vehicle near the home only. Okay, fine. So anyway, thank you so much. This is a wonderful locations for everyone to purchase our vehicles. Okay, thank you so much. പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടികൾ ഇഷ്ടപ്പെട്ടിട്ട് വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടികളൊക്കെ പെട്ടെന്ന് ഇന്നോ നാളെ ആയിട്ട് തന്നെ ചിലപ്പോൾ ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് നോക്കി. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരക്ക് കാരണം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനോ വണ്ടി നോക്കാനോ പറ്റില്ലെങ്കിൽ ഇവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അത് ഇവരുടെ ലിങ്കിൽ സൈറ്റിൽ കയറിയിട്ട് വണ്ടി ഏതാ ഇഷ്ടപ്പെട്ടിച്ച ആ വണ്ടി നമ്മൾ ഒന്ന് റിസർവ് ചെയ്യണ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിന് ഏകദേശം 1000 രൂപ 500 രൂപ വരും ഓരോ വണ്ടിക്ക്. ബൈക്ക് ആണെങ്കിൽ 500 രൂപ, സ്കൂട്ടി ആണെങ്കിൽ 1000 രൂപ. അത് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇവർ കാണിച്ചു തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിലോ ആ പൈസ റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കാം. ആ കോൺടാക്ട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതാണോ ലൊക്കേഷൻ അവിടെ വന്നിട്ട് വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് വണ്ടി നല്ല വിലയ്ക്ക് അവരെടുത്തിട്ട് തിരിച്ചു കൊടുത്തോളൂ.